തീരുമാനിച്ച പോലെ ശ്രേയയെ കാണാൻ പിന്നീട് സിത്തുവും ഋഷിയും പോയില്ല. മിയ ഒരു തവണ സിത്തുവിനെ വിളിച്ചിരുന്നു. ശ്രേയ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞുവെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. ശ്രേയയെ കാണാൻ ബാംഗ്ലൂരിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ടാക്കി. ശാലിനി മുറ്റമടിച്ച് വൃത്തിയാക്കുന്ന സമയത്താണ് 2 കാറുകൾ വന്നു നിന്നത്. വന്നത് അശോക് സാറാണല്ലോ, അതോ മേഘയാണോ എന്നാലും ശാലിനിക്ക് മനസ്സിലായില്ല. ആരാണെന്ന് ചോദിച്ച് അകത്തു നിന്നും സെൽവവും പുറത്തു വന്നു. കാറിൽ നിന്നും ഇറങ്ങിയത് പ്രായം കൂടിയ ഒരു സ്ത്രീയായിരുന്നു. കൂടെ അശോക് സാറും ഉണ്ടായിരുന്നു. അശോകിനെ ഇരുവർക്കും മനസ്സിലായി. പക്ഷേ കൂടെ വന്ന സ്ത്രീയെ മനസ്സിലാവാതെ 2 പേരും തുറച്ചു നോക്കി നിന്നു. നമസ്കാരം, അവർ കൈകൂമ്പി. ഞാൻ ഗിരിയുടെ അമ്മയാ, ഭവാനി അമ്പാൾ, അതായത് ശ്രേയയുടെ ഗ്രാൻഡ് മദർ, അശോക് ഏറ്റു പറഞ്ഞു. എവിടെ ശ്രേയമോള്? അവൾ കടയിൽ പോയതാ. ദേ ഇവിടെ അടുത്താ, വാ കേറിയിരിക്ക്. സാരമില്ല. അതു കേട്ട നേരം സെൽവൻ 2 കസേരയെടുത്ത് മുറ്റത്തിട്ടു. ഗിരി, അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വീണ്ടും യാചിക്കാനാണ് വന്നത്. അവളോട് കൂടെ വരാൻ പറയണം. ഗിരി ശ്രേയയെക്കുറിച്ചാണ് ആശുപത്രി കിടക്കയിൽ പോലും കിടന്ന് പുലമ്പുന്നത്. ഭവാനി വിഷമപ്പെട്ടു. ഇനി വേണമെങ്കിൽ അവളുടെ കാൽ വീയാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മകൻ ചെയ്ത തെറ്റിന്, ഭർത്താവ് ചെയ്തതിനും അവരെ അനുസരിക്കേണ്ടി വന്ന എൻ്റെ തെറ്റുകൾ എല്ലാം ഞാൻ മാപ്പ് പറയാൻ തയ്യാറാ. അമ്മ ഗിരിക്ക് വാക്കു കൊടുത്തിട്ടാണ് വന്നത്. ശ്രേയ ഇല്ലാതെ പോവില്ലെന്നാണ് പറഞ്ഞത്. ആഹാ, ദേ ശ്രേയ വന്നല്ലോ. ശാലിനി ചൂണ്ടി. ആ വിരലുകൾക്ക് നേരെ ഭവാനി നോക്കി. ഗിരിയുടെ മുഖം അതേപടി വാർത്തുവെച്ച രൂപത്തിൽ ശ്രേയയെ കണ്ടവർ ഞെട്ടി. അത്ര കാപ്പിക്കണ്ണുകളും. മോളെ. ശ്രേയയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഭവാനി കൈകൾ കൂമ്പി യാചിച്ചു. നീ വരണം. എൻ്റെ ഗിരിയുടെ അവസാനത്തെ ആഗ്രഹം അത് നടത്തണം. പിന്നെ നീ പോന്നോ? അത്ര വാശിയാണെങ്കിൽ മോള് ഞങ്ങളുടെ കൂടെ കൂടണ്ട. പക്ഷേ ഇപ്പോൾ ഞാൻ യാചിക്കുക എൻ്റെ കൊച്ചുമോളോട്. ശ്രേയയുടെ അച്ഛൻ ഗിരിധറിൻ്റെ അമ്മയാ, അശോക് സാർ ശ്രേയയോട് പറഞ്ഞു. ഭവാനിയുടെ കണ്ണുനീർ ഒഴുകി വീഴുന്നത് ശ്രേയ കണ്ടു. ശ്രേയക്ക് ആ കരച്ചിൽ കണ്ടപ്പോൾ മനസ്സിടറി. നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്നോട് അവൻ ചെയ്ത തെറ്റാ. അറിയാം. തെറ്റ് തിരുത്താൻ ഒരവസരം നിനക്ക് കൊടുത്തുകൂടെ? ശരി, വേണ്ട. ശത്രുവിനെ പോലെ കരുതി വന്നോളൂ. അവൻ്റെ ആഗ്രഹം അത് നീ നടത്തിത്തരണം. അങ്ങോട്ട് വരണം മോളെ. ഭവാനി ശ്രേയയുടെ കാലിൽ വീണു. പെട്ടെന്ന് ശ്രേയ അകന്നു മാറി ആശങ്കയോടെ നോക്കി. ശ്രേയ, ഇനി വാദിച്ചു നിൽക്കേണ്ട സമയമല്ല ഇത്. ആശുപത്രി കിടക്കുന്ന അച്ഛനെ പോയി നീ കാണണം. അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. ശാലിനി അതും പറഞ്ഞവളെ കയ്യിലെ സഞ്ചി വാങ്ങി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭവാനി അമ്പാളും അശോക് സാറും അകത്തു പോയ ശ്രേയയെ പ്രതീക്ഷയോടെ കാത്തുനിന്നു. ശ്രേയ എന്ത് നിലപാടാണ് എടുക്കുക എന്ന് അറിയാതെ ഭവാനി നെഞ്ചുരുക്കി പ്രാർത്ഥനയോടെ അശോകിനെ നോക്കി. ശ്രേയ വരും എന്ന് അശോക് സാറ് കണ്ണടച്ച് കാണിച്ചു. കുറച്ചു കഴിഞ്ഞ് ശ്രേയ പുറത്തു വന്നു. അകത്തേക്ക് പോയ വേഷമായിരുന്നില്ല ശ്രേയ പുറത്തിറങ്ങി വരുമ്പോൾ. അപ്പോൾ ശ്രേയ കൂടെ വരാൻ തീരുമാനിച്ചു എന്നർത്ഥം. ഭവാനി സന്തോഷത്തിന് അശോക് സാറിനെ നോക്കി. ആരോടും ഒന്നും മിണ്ടാതെ ശ്രേയ കാറിനരികിലേക്ക് നടന്നു. പിന്നിൽ നിന്നും അപ്പോഴാണ് ഒരു വിളി കേട്ടത്. തിരിഞ്ഞപ്പോൾ അല്ലു. ചേച്ചി പോവുകയാണോ? ശ്രേയക്ക് വിഷമം കൂടി. താൻ കാരണമല്ലേ ഈ കൊച്ചു കുഞ്ഞിന് ഈ അവസ്ഥ? അവൾ അവനോട് പറഞ്ഞു. ഞാൻ വരും ലല്ലു. അവൻ്റെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് ശ്രേയ കാറിൽ കയറിയിരുന്നു. കൂടുതൽ നേരം അവനോട് വർത്തമാനം പറഞ്ഞു നിൽക്കാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. എന്ത് പോയെന്നോ? നന്നായി. അത് പിന്നെ ഞാൻ തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ. എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും നന്നായി. ആ ആഗ്രഹം നടക്കട്ടെ. താൻ ആരെയും വിഷമിപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ ഹാപ്പി ജേർണി. സിത്തു ആ ഫോൺ കട്ട് ചെയ്യുമ്പോൾ മുഖത്ത് നല്ല പ്രകാശമുണ്ടായിരുന്നു. ഋഷി TV കാണുകയായിരുന്നു. എടാ ഋഷി, ശ്രേയ വിളിച്ചോടാ. അവൾ അവളുടെ അച്ഛനെ കാണാൻ പോയെന്ന്. ആണോ? അതൊരു സന്തോഷ വാർത്തയാണല്ലോ. എന്തു തോന്നി അവൾക്ക് ഇപ്പോൾ പോകാൻ? അവളുടെ അച്ഛൻ മദർ അവർ വന്നു കാൽ പിടിച്ച് കരഞ്ഞെന്ന്. പുള്ളിക്കാരനെ ആശുപത്രിയിൽ സീരിയസ് ആണ്, അഡ്മിറ്റാക്കിയെന്ന്. ഓഹോ, അവർ വന്ന് കരഞ്ഞു കാല് പിടിച്ചപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു പോയി കാണും സിത്തു. എന്തായാലും അവൾക്കൊരു നല്ല ലൈഫ് ഇനി ഉണ്ടാവട്ടെ. ഒരു തുള്ളി മദ്യം പോലും ഇനി അവൾ തൊടരുത്. ആ മുക്തിയിൽ ഇത്ര പവർ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ലെന്ന്. അമ്പേ, ഋഷി പറഞ്ഞു. അവൾ ഹാപ്പിയാണോ സിത്തു? അങ്ങനെ ഹാപ്പിയൊന്നും എനിക്ക് സംസാരത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. പോട്ടെ, നല്ലതിനല്ലേ. സ്വന്തം അച്ഛനും ബന്ധുക്കളും ഉണ്ടായിട്ട് അവൾ എന്തിനാ ഇവിടെ ആരും ഇല്ലാത്ത പോലെ അലഞ്ഞു നടക്കുന്നത്?
അതും മേഘയുടെ ഫാമിലിക്കും ഒക്കെ അവളോട് തരംതിരിവ് കാട്ടി ദ്രോഹിക്കുമ്പോൾ അതൊക്കെ സഹിച്ച് ഇവിടെ കയ്യും കെട്ടി നിൽക്കണോ? അവൾ ഇവിടെ നിന്നതിന് വേറെയും പല കാരണങ്ങളുണ്ടല്ലോ സിത്തു. ദേ, നീ വീണ്ടും ആ കാര്യത്തിലേക്ക് പോകുന്നത്. ശ്രേയ പോയി. കുറച്ച് നാളുകൾ അവൾ സന്തോഷമായിക്കോളും. ഇനി ആ ടോക്ക് നമുക്കിടയിൽ വേണ്ട. ശ്രേയയുടെയോ മാത്രമല്ല, ആ മേഘയുടെയോ. അവൾ പോയിട്ട് നിനക്കൊരു തരി വിഷമമില്ലേ സിത്തു? അന്ന് അവളെ കാണാതെയായപ്പോൾ ഒരു ഫീൽ തോന്നി. അത് പ്രേമമല്ല, നമ്മുടെ ഭാഗത്ത് നിന്നും അറിയാതെയാണെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. ആ വീഡിയോ നമ്മൾ അറിയാതെ ആ ചെക്കൻ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ എന്നൊരു ആദിയാണ് എനിക്ക് വന്നത്. അല്ലാതെ ലവ് ഫീൽ ഒന്നുമല്ല. നിനക്കറിയില്ലേ, ഒരു മനുഷ്യനോട് തോന്നുന്ന മനുഷ്യ പരിഗണന, അതൊക്കെയായി കൂട്ടിയാൽ മതി ഇത്. എൻ്റെ മനസ്സ് അധികം കല്ലല്ല. ശ്രേയക്ക് നല്ലൊരു ജീവിതം കിട്ടി സന്തോഷത്തിലാ ഞാൻ. ഋഷി മൂളി. നിന്റെ മോന്തയ്ക്ക് തെളിച്ചമില്ലല്ലോ ഋഷി. ഇനി നിനക്ക് അവളോട് വല്ലതും? അല്ല, അന്ന് രാത്രി നീ ഒന്ന് ട്രെയിൻ ചെയ്തതാണല്ലോ, അതിൻ്റെ അനുഭവം എൻ്റെ സിത്തു. അയ്യോ, അത് ഓർമ്മിപ്പിക്കല്ലേ. ഋഷി സിത്തുവിൻ്റെ വായ പൊത്തി. കാർ നേരെ മൈസൂരിൽ പ്രസിദ്ധമായ ആശുപത്രിയിലേക്ക് പോയി. മോളുടെ സാമീപ്യം ശരിക്ക് നല്ലപോലെ റിലീഫാകുമെന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു. ശ്രേയ മോളെ, അവിടെ ആ ഗിരി. ഭവാനി ചൂണ്ടിക്കാണിച്ചു. ശ്രേയയോട് മാത്രം അകത്തേക്ക് കയറിയാൽ മതിയെന്ന് നേഴ്സ് നിർദ്ദേശം നൽകി. ഡോർ തുറന്ന് ശ്രേയ അകത്തേക്ക് കടന്നു. കണ്ണടച്ച് കിടക്കുന്ന ഗിരിധറിനെ എങ്ങനെ വിളിക്കണമെന്ന് ശ്രേയക്ക് അറിയില്ലായിരുന്നു. വിരലിലൊരുമ്മി ശ്രേയ മീച്ചു നിന്നു. അത് കണ്ടപ്പോൾ നേഴ്സ് ഗിരിധറിനെ പതുക്കെ വിളിച്ചു. സാർ. ഇതാരാണെന്ന് കണ്ണു തുറന്നു നോക്കിയേ. ഗിരി കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ മുന്നിലൊരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു. ആദ്യ കാഴ്ചയിൽ കാതറിനെ പോലെയാണ് ഗിരിക്ക് ദൃശ്യമായത്. മനസ്സും കണ്ണും വ്യക്തം നേരിട്ടപ്പോൾ ഗിരി തിരിച്ചറിഞ്ഞു അത് ശ്രേയയാണെന്ന്. മോളെ. അയാൾ കൈ നീട്ടി. അരികിൽ ചെല്ലണോ വേണ്ടയോ എന്ന് ശ്രേയ ആലോചിച്ച് നിന്നു. എന്നിട്ട് അടുത്തേക്ക് ചെന്നു. മോള് വന്നല്ലോ. ആശ്വാസമായി. എവിടെയും പോകാതെ ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മാറി എനിക്ക് നമ്മുടെ കൊട്ടാര വീട്ടിലേക്ക് വന്ന് നിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങണം. എന്തെല്ലാം ആഗ്രഹങ്ങളാ അറിയോ? പിന്നെ നിൻ്റെ കല്യാണം, അത് ഏറ്റവും വലിയ സ്വപ്നം. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ? ആവല്ലേ. ശ്രേയ എല്ലാം കേട്ടുവെന്ന് മാത്രം. പെട്ടെന്ന് ഗിരിധർ ചുമച്ചു. ചുമ നിർത്താതെയായപ്പോൾ നേഴ്സ് വന്ന് പരിശോധിച്ചു നോക്കി. നെഞ്ചു തടവി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അനിയന്ത്രികമായ ആ ചുമകൾ കണ്ണു തള്ളി വന്നത് കണ്ടു ശ്രേയ പിന്നോട്ട് നീങ്ങി ഭയത്തോടെ നിന്നു. അധികം സംസാരിക്കരുത് പറഞ്ഞതല്ലേ, നേഴ്സ് പറഞ്ഞു. ശ്രേയയോട് അരികിലേക്ക് ചെല്ലാൻ കിതപ്പോടെ ഗിരി കൈകൾ വീശി. അവൾ അടുത്തേക്ക് ചെന്ന് ആ കണ്ണിലേക്ക് നോക്കി. മോൾ അങ്ങോട്ട് പോവില്ലല്ലോ? കൈകൾ നീട്ടിക്കൊണ്ട് ഗിരി ചോദിച്ചു. ശ്രേയ എന്താ പറയേണ്ടത് എന്നറിയാതെ വിറച്ചു നിന്നു. ഇല്ല. പെട്ടെന്നവൾ പറഞ്ഞുപോയി. ഗിരിയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു. ആ ചിരിയിൽ വാത്സല്യവും ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയുമൊക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. കൊട്ടാരമുറ്റം എന്ന പേര് സ്ഥാപിച്ച ബോർഡും കടന്ന് മലർക്കെ തുറന്നു കിടക്കുന്ന വലിയൊരു ഗേറ്റും താണ്ടി കാർ ചെന്ന് നിന്നു. പേര് പോലെ തന്നെ അതൊരു കൊട്ടാരം തന്നെയായിരുന്നു. രാജാകുമാരി ഇല്ലാത്ത കൊട്ടാരം. ഭവാനി അമ്പാളിന് 2 മക്കളായിരുന്നു. മൂത്തവൾ ഗിരിജ, അവൾക്കൊരു മകൻ ഉദയകൃഷ്ണൻ. ശ്രേയ ഇറങ്ങിക്കോളൂ. ഭവാനി കാറിൽ നിന്നും ഇറങ്ങി ശ്രേയയുടെ അടുത്തേക്ക് വന്നു നോക്കി. ആദ്യമൊന്ന് അമാദിച്ചിരുന്നെങ്കിലും ശ്രേയ ഇറങ്ങി. ദേ ഉദയ, നിന്റെ പെണ്ണ് വന്നേക്കുന്നു. നീ അവളെ ഒന്ന് വന്നു നോക്ക്. ഗിരിജ മുറിയിൽ വന്ന് പറഞ്ഞപ്പോൾ ഉദയൻ വലിയ മൈൻഡ് ചെയ്തില്ല. എടാ, നീ എന്തിനാ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നത്? ഒരു കല്യാണം കഴിച്ചു എന്ന് കരുതി നിന്റെ ഫ്രീഡത്തിന് എന്തുണ്ടാവാനാണ്? എന്നിട്ട് നീ UK-യിൽ പോയിക്കോ. അതിന് ഗിരി അങ്കിൾ എതിര് പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിച്ചാൽ ഫ്രീഡം പോവില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എനിക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെ ഫ്രീ ആയി പറന്നു നടക്കണം. എനിക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് മമ്മി. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊന്നും പറയുന്നില്ല ഉദയ. നീ പ്ലാൻ ചെയ്ത പോലെ അടുത്ത മാസം പോയിക്കോ. അങ്കിളിന് വേറെ പയ്യനെ കിട്ടാഞ്ഞിട്ടാണോ? നിന്നെ അത്രയും ഇഷ്ടമായത് കൊണ്ടല്ലേ?
ഹോ, അവൾ വന്നത് അവളുടെ ഭർത്താവ് ഒന്നും കൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവേണ്ടി വരുമായിരുന്നോ? ഉദയൻ സ്വയം പറഞ്ഞു. ദേ, അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ ചെല്ലട്ടെ. നീ ഇതും കുത്തിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. ഗിരിജ് ലാപ്ടോപ്പിൽ തട്ടിയിട്ട് പിണങ്ങിപ്പോയി. താഴേക്ക് ചെന്നപ്പോൾ ഗിരിയെ കാണാൻ വന്ന ബന്ധുക്കളെല്ലാം ഭവാനി ശ്രേയയെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആ, ദേ, ഇതാണ് മോളുടെ ആൻറ്റി, അതായത് ഉദയൻ്റെ അമ്മ. ഭവാനി പരിചയപ്പെടുത്തി. മോളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം അവിടെ ഇരിക്ക്, ഞാനൊരു കൂട്ടം കാണിച്ചു തരാം. ശ്രേയ ഇരുന്നു. ആ വലിയ വീടിൻ്റെ അകത്തളത്തിൽ ഇരുന്നപ്പോൾ അവൾക്ക് തൊലി വലിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നുകയായിരുന്നു. എല്ലാം അപരിചിതം. നാട് വേറെ, വീട് വേറെ, ആളുകൾ ഏറ്റവും സ്വന്തം. എന്നാൽ അകലം വളരെ കൂടുതൽ തോന്നുകയാണ്. സിത്തു അവന് താൻ പോന്നതിൽ ഒരു വിഷമവുമില്ല. ഉള്ളിൻ്റെയുള്ളിൽ ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോരുന്ന നേരം താൻ വിളിച്ചപ്പോൾ അവൻ്റെ ശബ്ദത്തിന് തനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്ന ഡാഡിയേക്കാളും താല്പര്യമായിരുന്നു സിത്തുവിന്. പോട്ടെ, വിധി എന്നൊന്നുണ്ടല്ലോ. തലയിൽ വരച്ച പോലെ എല്ലാം നടക്കും. മോളെ, പിറകിൽ നിന്നും ഭവാനി വിളിച്ചു, കയ്യിലൊരു ഫോട്ടോയും. ഇത് നോക്ക്, ഡാഡിയുടെയും മമ്മിയുടെയും ഫോട്ടോയാ. ശ്രേയ ഫോട്ടോ വാങ്ങി നോക്കി. ചിരിച്ചു നിൽക്കുന്ന അവളുടെ അമ്മയുടെ മുഖം വെറുപ്പ് മറഞ്ഞു. താൻ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണോ? എങ്ങനെ ഞാൻ ഇങ്ങനെ മാറി? സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റിമറിക്കും, അതാകും. ഇനി ഉദയനെ കാണണ്ടേ? ഗിരിജെ, അവനെന്താ ഇവിടെ ഇല്ലേ? ഉണ്ട്, എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാമല്ലോ. മോളെ, ഇപ്പോൾ ശ്രേയയും കൊണ്ട് ഭവാനി മുകളിൽ ഉദയൻ്റെ മുറിയിലേക്ക് ചെന്നു. ഉദയൻ രണ്ടുപേരെയും കണ്ടപ്പോൾ ലാപ്ടോപ്പ് അടച്ച് എഴുന്നേറ്റ് നിന്നു. ഉദയ, ഇതാ ശ്രേയ. ഹലോ. ഉദയൻ പറഞ്ഞു. ഹലോ. ശ്രേയയും തിരികെ. അപ്പോൾ നിങ്ങൾ പരിചയപ്പെടൂ, ഞാൻ അപ്പുറത്തേക്ക് പോയിട്ട് വരാം. പെട്ടെന്ന് ഭവാനി കടന്നു പോയപ്പോൾ ഉദയൻ കുന്തം വീങ്ങിയ പോലെ നിന്നു. എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൻ മീച്ചു നിന്നപ്പോൾ ശ്രേയ പറഞ്ഞു, UK-യിലാണല്ലോ. അതെ. ഉദയൻ ശ്രേയയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി ചോദിക്കാനൊന്നുമില്ല. എങ്കിലും ഉദയൻ പറഞ്ഞു, എന്താ ചെയ്യുക, എനിക്ക് കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ മുടക്കം പറയുന്നത് എൻ്റെ ചില വാശി കൊണ്ടാ, അല്ലാതെ ആൽക്കഹോളിസത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. ഇത്തിരി മദ്യപിക്കുന്ന പെണ്ണുങ്ങളെ എനിക്കിഷ്ടമൊക്കെ തന്നെയാ, പക്ഷേ മനസ്സിപ്പോൾ ഓക്കെയല്ല. ശ്രേയക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഒന്നും അറിയാത്തത് കൊണ്ട് ശ്രേയ പുരികം ചുളിച്ചു സംശയത്തോടെ നിന്നു. എൻ്റെ മമ്മി കുറച്ചു മുന്നേ പിണങ്ങിപ്പോയി. ഇതും പറഞ്ഞിട്ട് അങ്കിളിൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലെന്ന് വെച്ചാ മനസ്സില്ലാഞ്ഞിട്ടും ഞാൻ ഓക്കെ പറഞ്ഞത്. ശ്രേയയ്ക്ക് എൻ്റെ പോലെ വല്ല പ്രോബ്ലം ഉണ്ടോ? ശ്രേയ വീണ്ടും മന്ദം വിട്ട് നിന്നു. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല, അവൾ പറഞ്ഞു. അല്ല, അപ്പോൾ കാര്യങ്ങളൊന്നും അറിയില്ലേ? ഇല്ല. ഉദയൻ ചിരിച്ചിട്ട് അവിടെ ഇരുന്നു. എന്നിട്ട് എല്ലാം അവൾക്ക് പതിയെ പറഞ്ഞു കൊടുത്തു. രാത്രി സമയം 2 മണി. സിത്തു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വന്നില്ല. ഒന്ന് കണ്ണടക്കുമ്പോഴേക്കും ചാടി എണീക്കും. എന്താടാ സിത്തു നിനക്ക്? സിത്തു എഴുന്നേറ്റ് ഇരുന്നു കണ്ടപ്പോൾ ഋഷി ചോദിച്ചു. ഒന്നുമില്ല. പിന്നെന്തിനാ നെഞ്ചിൽ തടവുന്നത്? നെഞ്ചിൽ എന്തോ പോലെ. വല്ല ഗ്യാസുമായിരിക്കും. എൻ്റെ ബാഗിൽ ദേ ആ ചെറിയ സിബിൽ ഗ്യാസിൻ്റെ ഗുളികയുണ്ട്. എടുത്തു കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. അല്ല, ഇത് ഗ്യാസല്ല. പിന്നെ ഇത് മനസ്സിൻ്റെ പിരിമുറുക്കം. എന്തെന്ന്? ഋഷി വായും പൊളിച്ച് എഴുന്നേറ്റു.